Hi friends, I am Lucy Louis from Ernakulam. അക്കൗണ്ട്സ് അറിയാത്തവർക്കും അറിയുന്നവർക്കും പ്രാക്ടിക്കലായി ഒരു എക്സ്പെർട്ട് അക്കൗണ്ടൻ്റ് ആകാൻ വേണ്ടുന്ന ട്രെയിനിങ് ക്ലാസ്സുകളാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരേക്കും, ഡാറ്റ എൻട്രി മുതൽ ഫൈനലൈസേഷൻ വരേക്കും, മാനുവൽ അക്കൗണ്ടിങ്ങും ടാലി ERPയിലും കൂടെയും നിങ്ങൾക്ക് എല്ലാത്തരം ബുക്സ് ഓഫ് അക്കൗണ്ട്സും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതും, ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം ടാസ്കുകളും ജോലികളും ഉണ്ടോ അതെല്ലാം എങ്ങനെ നിർവഹിക്കാം വളരെ എക്സ്പെർട്ടായി എന്നതും, ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാഷ്യർ മുതൽ ഫിനാൻസ് മാനേജർ, ജനറൽ മാനേജർ ഫിനാൻസ് വരേക്കുമുള്ള ഓരോ സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ജോബ്സ് ആൻഡ് ടാസ്കുകൾ ഓരോ ദിവസവും അവിടെ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നതെല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതാണ്. ഞാൻ എന്തു തരം സിലബസുകളാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഒരു ഷോർട്ട് ഇൻഡെക്സ് തരാം. എന്തൊക്കെ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ലോകത്തുള്ളത്, അതിനെപ്പറ്റി എന്തെല്ലാം ഇൻഡസ്ട്രീസാണ് അതിനെപ്പറ്റി ഒരു ക്ലാസ് തരും. അക്കൗണ്ട്സ് ഓർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം തരം എംപ്ലോയീസ് വേണ്ടി വരും, അവരുടെ എല്ലാം ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്തൊക്കെയാണ്, മാനേജീരിയൽ സ്കിൽ എന്തെല്ലാം അവർക്ക് വേണം എന്നിങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. അഗെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓരോ സ്ഥാപനത്തിനും അതതിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ്സിനും ഫീച്ചേഴ്സിനും അനുസരിച്ച് ഉണ്ടാക്കേണ്ടി വരും എന്നതിനെപ്പറ്റി പറഞ്ഞു തരും. പിന്നെ റിപ്പോർട്ടിംഗ്, പ്ലാനിങ്, ബജറ്റിംഗ്, പ്രൊജക്ഷൻ എന്നിവയെല്ലാം പറഞ്ഞു തരും. അടുത്തത് പിന്നെ പറയുന്നത് ബാങ്കിൻ്റെ ഡീലിങ്സ് ആണ്. ഓരോ ബാങ്കുമായിട്ട് എന്തെല്ലാം തരം ഡീലിങ്സ് ഉണ്ട്, എന്തെല്ലാം തരം ലോണുകളുണ്ട്, അതിൻ്റെ എല്ലാം റിസ്ക് പോയിൻറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ബെനഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നിവയും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. കൂടാതെ ജി എസ് ടിയെ പറ്റി, GSTയുടെ ഇപ്പോഴത്തെ ഓരോ കാലാകാലങ്ങളിലായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ഓരോ റൂൾസുകൾ പറയുന്നു. അതുകൂടാതെ GST റിട്ടേൺസ് ഓരോ തരം സ്ഥാപനത്തിനും എന്തെല്ലാം തരം റിട്ടേണുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ ഏത് തരം ഡീലറാണ്, GSTക്ക് റെഗുലർ ഡീലറാണോ അതോ കോമ്പോസിറ്റ് ഡീലറാണോ എന്നിങ്ങനെയുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. കൂടാതെ ഫൈനലൈസേഷൻ, ഏറ്റവും അവസാനം ഫൈനലൈസേഷൻ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതും, അത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഓരോ പ്രോജക്റ്റ് ബേസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്, കൊട്ടേഷൻസ് ഓർ പർച്ചേസ് ഓർഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഐ എം ഇൻട്രൊഡ്യൂസിങ് യു വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ട്, ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്, സർവീസ് സെക്ടറിലുള്ള ബിസിനസ് ഉണ്ട്. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പം അസംബിളിങ്ങും ഉൾപ്പെടും. ഇപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ആൾക്കാരാണെങ്കിൽ അവരതിൻ്റെ ഓരോ പാർട്സുകൾ ഓരോ സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ട് അതിനെ അസംബിൾ ചെയ്തിട്ട് പുതിയൊരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ട് അതിനെ പുതിയൊരു പ്രോഡക്റ്റായിട്ട് വിൽക്കുന്നു. അതും മാനുഫാക്ചറിങ് ആണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ എൻജിനീയറിങ് ഐറ്റംസ് അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, മിക്ക ഐറ്റംസും പലയിടത്ത് പല സാധനങ്ങളും ഓൾറെഡി മാനുഫാക്ചർ ചെയ്തത് മേടിച്ചിട്ട് അസംബിൾ ചെയ്യുകയോ, അല്ലെങ്കിൽ ഇവർ തന്നെ അതിൻ്റെ പല പല പാർട്ടുകൾ പലരെ കൊണ്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ട്, ഈ സ്വർണ്ണ കമ്പനിക്കാരാണെങ്കിലും അങ്ങനെയാണ്, ഓരോ സ്ഥലത്താണ് പലതും ഉണ്ടാക്കിപ്പിക്കുന്നത്, സ്വർണം വിൽക്കുന്ന കടക്കാർ. അങ്ങനെ ഓരോ സ്ഥലത്തും മാനുഫാക്ചർ ചെയ്തിട്ട് അതിനെ അവരുടേതായ ബ്രാൻഡ് നെയിമിൽ, പുതിയ ബ്രാൻഡ് നെയിമിൽ ഉണ്ടാക്കി വിൽക്കുന്നതും ഒരു മാനുഫാക്ചറിങ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഈ മാനുഫാക്ചറേഴ്സ് പക്ഷേ ഒരു വലിയ ഒരു മാനുഫാക്ചറാണ്, പക്ഷേ അവരൊരു പുതിയ ബ്രാൻഡ് നെയിമൊക്കെ ഇട്ട് ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു പുതിയ എയർ കണ്ടീഷണർ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ സാധനം ഓൾ ഓവർ ഇന്ത്യയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം തന്നെ അവരുടെ പ്രോഡക്റ്റ് മാത്രം വിൽക്കാനായിട്ട് ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനെ വെക്കും, അല്ലെങ്കിൽ ഒരു C&Fനെ വെക്കും. C&Fനെ വെക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ C&Fനെ വയ്ക്കും. ഒരു ഫ്രാഞ്ചൈസി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ തന്നെ പ്രോഡക്റ്റ് അവരുടെ തന്നെ പേരിൽ വിൽക്കാനായിട്ടാണെങ്കിൽ അവർ ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വെക്കുന്നതാണ് ഫ്രാഞ്ചൈസി ആയിട്ട് വയ്ക്കുന്നത്.
ഇനി അല്ലെങ്കിലോ അവരൊരു സ്റ്റോക്കിസ്റ്റിനെ വയ്ക്കും, അല്ലെങ്കിൽ ഒരു ഹോൾസെയിലറെ വയ്ക്കും. സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലർ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മാത്രം പ്രോഡക്റ്റ് ആയിരിക്കുകയില്ല, മറ്റു ആൾക്കാരുടെയും വേറെ പ്രോഡക്റ്റുകൾ എന്നാൽ സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റ്. എയർ കണ്ടീഷൻ്റെ സ്റ്റോക്കിസ്റ്റ് ആയിട്ടുള്ള ആൾ എയർ കണ്ടീഷൻ മാത്രം, ഒരു സ്റ്റോക്കിസ്റ്റ് ആണെങ്കിൽ എയർ കണ്ടീഷൻ മാത്രമല്ല, വേറെയും മറ്റേ ഇലക്ട്രോണിക് ഐറ്റംസ്, ടി വി, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ഹോൾസെയിലർ എന്ന് പറയും. ഈ ഹോൾസെയിലറിൽ നിന്ന് മേടിച്ചിട്ട് വിൽക്കുന്നവരെയാണ് നമ്മൾ റീറ്റെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ട്രേഡിംഗ് ബിസിനസ്സാണ്. അവരെ സംബന്ധിച്ച് ട്രേഡിംഗ് മാത്രമാണുള്ളത്, മാനുഫാക്ചറിങ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, ഒന്നുമില്ല. എഗെയിൻ സർവീസ് സെക്ടർ എന്ന് പറയുമ്പം അത് മാർക്കറ്റിംഗ് സെക്ടറുണ്ട്. ഈ മാനുഫാക്ചറർ തന്നെ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളിൽ സെയിലില്ല, പർച്ചേസില്ല, അതൊക്കെ ഡയറക്റ്റ് മാനുഫാക്ചർ അവർ പറയുന്നിടത്ത് ഓർഡർ പിടിച്ചിട്ട് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ റിപ്പയറിങ് ചെയ്യുന്നവർ, ഈ AMC ഉള്ള ചില സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ചില പ്രോഡക്റ്റുകൾക്കൊക്കെ സർവീസ് സപ്പോർട്ടും കൂടി വേണ്ടി വരും. അങ്ങനെ വരുന്നവർക്ക് അവർക്കായിട്ട് വേണ്ടിയിട്ട് അവരൊരു റിപ്പയറിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ ബ്ലൂ സ്റ്റാർ, അവരുടെ എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഫ്രീസർ അങ്ങനെയുള്ളതൊക്കെ സർവീസിന് വേണ്ടി മാത്രം സർവീസിന് വേണ്ടി ഒരു സെൻറ്റർ വെച്ചിട്ടുണ്ട്. ആ സർവീസ് സെൻറ്റർ അത് റിപ്പയറാണ് ചെയ്യുന്നത്. അതുപോലെ കസ്റ്റമർ സർവീസ്, ഇവരും സാധനങ്ങൾ വിൽക്കുവാനായിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി സഹായിക്കുന്നവരാണ്. പിന്നെ ടെലികോം സർവീസ്, ആർക്കിടെക്റ്റ്, മെഡിക്കൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ജിമ്മ്, ബ്യൂട്ടി പാർലർ, ഇങ്ങനെ ഒരുപാട് സർവീസ് സെക്ടറുകളുണ്ട്. ഇവർക്കെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടും ഇല്ല, മാനുഫാക്ചറിങ് അക്കൗണ്ടും ഇല്ല, നോ സെയിൽസ്, നോ പർച്ചേസ്, ഓൺലി സർവീസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ഒക്കെ ഉണ്ടാകുള്ളൂ. ഇങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലായിടത്തും ഓരോ സ്ഥാപനത്തിലും അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം ഏറെക്കുറെ എല്ലാം ഒരുപോലെയൊക്കെയാണ്. എല്ലായിടത്തും ക്യാഷ് ബുക്കുണ്ട്, ബാങ്ക് ബുക്കുണ്ട്, ലെഡ്ജർ ഉണ്ടെങ്കിലും പക്ഷേ ഇവരുടെ റിപ്പോർട്ടിംഗ് സ്റ്റൈലുകൾ, ഇവരുടെ രജിസ്റ്ററുകൾ, ഇതെല്ലാം ഓരോ സ്ഥാപനത്തിനും അതിന് വേണ്ടുന്ന രീതിയിൽ കൂടി വേരി ചെയ്താണ് ഇരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റി നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാം ഇനി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കണം റൺ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ചെറിയ ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. പിന്നീട് ഓരോ സ്റ്റാഫിൻ്റെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ഥാപനത്തിലും അവർ ചെയ്യേണ്ട വർക്കുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ പറയുന്ന സ്ഥാപനം ഒരു ചെറുതാണെങ്കിൽ അവിടെ ഒരാൾ തന്നെ മതിയാവും അക്കൗണ്ടൻ്റായിട്ടും കാഷ്യറായിട്ടും ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാനും ബാങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുവാനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ബില്ലുകൾ എഴുതാനും വൗച്ചേഴ്സ് എഴുതാൻ, ഇതിനെല്ലാത്തിനും ഒരേ ഒരു സ്റ്റാഫ് തന്നെ ധാരാളം മതി. എന്നാൽ അതൊരു മീഡിയം സ്കെയിൽ സ്ഥാപനമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കാഷ്യറെങ്കിലും ഉണ്ടായിരിക്കണം ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രം ചെയ്യാൻ. കുറേ ട്രാൻസാക്ഷൻ കാണും അവിടെ. അക്കൗണ്ടൻ്റായിട്ട് 1-2 പേര് ഉണ്ടാവും. ഈ അക്കൗണ്ടൻ്റായിരിക്കും തീർച്ചയായിട്ടും കാഷ്യർക്ക് ക്യാഷ് കിട്ടാനുള്ള പെറ്റി ക്യാഷ് കൊടുക്കുന്നത്. ഓരോരോ എക്സ്പെൻസുകളും വൗച്ചറുകളും കാഷ്യർ എഴുതും. വൗച്ചർ എഴുതിയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. എന്തെങ്കിലും റെസീറ്റ്സ് വരികയാണെങ്കിൽ അത് റെസീറ്റ് വൗച്ചർ എഴുതിയിട്ടാണ് റെസീറ്റ് എൻട്രി ചെയ്യുന്നത്. ഇതെല്ലാം പെറ്റി ക്യാഷ് ബുക്കിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുന്നത് കാഷ്യറാണ്. എന്നാൽ അക്കൗണ്ടൻ്റ് മെയിൻ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബാങ്ക് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്നു. അതുകൂടാതെ എല്ലാ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടി വരുന്ന എല്ലാ റിപ്പോർട്ടിങ്ങും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം തന്നെ അക്കൗണ്ടൻ്റ് ചെയ്യുന്നു. എന്നാൽ ഇതൊരു ലാർജർ ഓർഗനൈസേഷൻ ആണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷന് മാത്രം ഒരു കാഷ്യർ ഉണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ കാഷ്യർ പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൗച്ചർ എൻട്രീസും ചെയ്യും. കാരണം ഓരോ പേയ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ വൗച്ചർ എൻട്രി ചെയ്ത് അവരെ കൊണ്ട് സൈൻ മേടിച്ചിട്ട് തന്നെ വേണം കാഷ്യർ പേ ചെയ്യാൻ. പിന്നീട് ധാരാളം അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും അവിടെ. ഈ അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ബാങ്ക് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്, വേരിയസ് റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പർച്ചേസ് ഓർഡർ, സ്റ്റോക്ക് ഇൻഡൻറ്റ്, ഇനി കൊട്ടേഷൻസ്, ഇങ്ങനെയുള്ളതെല്ലാം അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ചെയ്യുന്നത്. അവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും. ആ അക്കൗണ്ടൻ്റ് ആയിരിക്കും ബില്ലിങ് ചെയ്യുന്നത്,
മെയിൻ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാങ്ക് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓൾ നെസസറി രജിസ്റ്റേഴ്സ് ആൻഡ് അക്കൗണ്ടിങ് വർക്ക്സ് എല്ലാം തന്നെ ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആയിരിക്കും. ഒരു അക്കൗണ്ടൻ്റ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഓരോ സ്ഥാപനത്തിലും എന്തെല്ലാം വർക്കുകളാണ് അക്കൗണ്ടൻ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അക്കൗണ്ട്സ് മാനേജർ സബോർഡിനേറ്റ്സ് ചെയ്യുന്ന വർക്കുകളെല്ലാം ചെക്ക് ചെയ്യുകയും അവരുടെ ട്രാൻസാക്ഷൻസൊക്കെ നേരായ രീതിക്കാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യും. ഫണ്ട് ഇൻഫ്ലോയും ഫണ്ട് ഔട്ട്ഫ്ലോയും ഒക്കെ ചെക്ക് ചെയ്യും. അവർ കൊടുക്കുന്ന കൊട്ടേഷൻസ് പ്രത്യേകം ശ്രദ്ധിച്ച് റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യുകയും സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ബില്ലുകളും അങ്ങനെ തന്നെ സൈൻ ചെയ്യുന്ന അക്കൗണ്ട്സ് മാനേജർ ആയിരിക്കും. പർച്ചേസ് ഓർഡേഴ്സും സൈൻ ചെയ്യുന്നത് അക്കൗണ്ട്സ് മാനേജർ ആയിരിക്കും. അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതും കറക്റ്റ് റേറ്റിൽ തന്നെയാണ് അല്ലെങ്കിൽ എഗ്രി ചെയ്ത റേറ്റിൽ തന്നെയാണ് പർച്ചേസ് ഓർഡർ അടിച്ചിരിക്കുന്നത് എന്നും ചെക്ക് ചെയ്യേണ്ടത് അക്കൗണ്ട്സ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. കുറേ കൂടി ഡ്യൂട്ടീസ് എല്ലാം നമുക്ക് ഓരോരോ സ്ഥാപനത്തിനനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച് അക്കൗണ്ട്സ് മാനേജർക്ക് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തരാം. പിന്നീട് ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോർ കീപ്പർ അത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും റോ മെറ്റീരിയൽസ് ആണെങ്കിൽ അതിൻ്റെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെയും പ്രത്യേകം സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. അവിടേക്ക് വരുന്ന ഇൻഡൻറ്റുകളെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള സ്റ്റോക്ക് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും എല്ലാം കൊടുക്കുന്നതും പർച്ചേസിലൂടെ വരുന്ന ഐറ്റംസിനെ ഇൻഫ്ലോ ആയിട്ട് ചെയ്യുന്നതും സെയിൽസിന് വേണ്ടുന്ന ഐറ്റംസ് ഔട്ട്ഫ്ലോയും പിന്നെ ലോഡ് ചെയ്യുന്നതും സെയിൽസിന് വേണ്ടി വണ്ടി പോവുകയാണെങ്കിൽ അത് വണ്ടിയിൽ ലോഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കറക്റ്റായിട്ടാണ് കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും എല്ലാം തന്നെ സ്റ്റോർ കീപ്പർ ആയിരിക്കും. അപ്പോൾ സ്റ്റോർ കീപ്പർ കൂടാതെ ഒരു വെയർഹൗസ് മാനേജർ കാണും. പല സ്റ്റോർസോ അല്ലെങ്കിൽ വെയർഹൗസസോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. അതുപോലെ ഒരു ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജർ ഫിനാൻസ് ഇവർക്ക് ഒരു സ്ഥാപനത്തിൻ്റെ എന്തെല്ലാം കാര്യത്തിൽ ഇടപെടലുണ്ട് എന്നുള്ളത് മാനേജീരിയൽ ലെവലിലുള്ള അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നതാണ്. അവർക്ക് ഒരു സ്ഥാപനത്തിൻ്റെ പർച്ചേസ് മുതൽ മാർക്കറ്റിംഗ് വരേക്കും അതിൻ്റെ ഫണ്ട് ഇൻഫ്ലോയിലും ഔട്ട്ഫ്ലോയിലും എല്ലാം അവർ തന്നെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു.